എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗ്രൗണ്ട് ടാങ്കേഴ്സ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഗ്രൗണ്ട് ആങ്കർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ആങ്കർ ആൻഡ് ആങ്കർ ലെങ്ത് എന്താണെന്ന് പറഞ്ഞു, ഫ്രീ ലെങ്ത്, ഫിക്സ്ഡ് ലെങ്ത് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി അതുപോലെ കമ്പോണൻസ്, ഗ്രൗണ്ട് ആങ്കറിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ്. നമുക്ക് ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ്. എന്താണ്? ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ്. ഇതെന്താണ്? ഇറ്റ്സ് ഇൻസ്റ്റോൾഡ് ഇൻ റോക്ക് ആൻഡ് വെരി സ്റ്റിഫ് ടു ഹാർഡ് കൊഹസീവ് സോയിൽ ഡെപ്പോസിറ്റ്സ് യൂസിങ് എയ്തർ റോട്ടറി ഡ്രില്ലിംഗ് ഓർ ഹോളോ സ്റ്റെം ഓഗർ മെത്തേഡ്സ്. അതായത് ഈ ഓരോ മെത്തേഡും പർട്ടിക്കുലർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ടാകും. പല ടൈപ്പ് സോയിലിന് പല മെത്തേഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പല ടൈപ്പ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് സോയിലായിരിക്കും? ഒന്നുകിൽ നല്ല മെയിനായിട്ടും ഹാർഡായിട്ടുള്ള സോയിലാണ്. ഒന്നുകിൽ റോക്കാകാം, അല്ലെങ്കിൽ വെരി സ്റ്റിഫ് ടു ഹാർഡ് കൊഹസീവ് സോയിൽ ഡെപ്പോസിറ്റ്സ്. വെരി സ്റ്റിഫ് ടു ഹാർഡ് കൊഹസീവ് സോയിൽസ് അല്ലെങ്കിൽ റോക്ക്, അങ്ങനെയുള്ളതിലൊക്കെയാണ് നമ്മൾ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ആങ്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഏതാ? സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ്. അത് നമ്മൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാം. നമ്മൾ ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ മനസ്സിലാവും അല്ലേ? ആദ്യം ഒരു ബോർഹോൾ എടുക്കും, അതിന് ശേഷമാണ് നമ്മൾ ആങ്കർ ഇൻസ്റ്റോൾ ചെയ്യുന്നത്. അപ്പം ആ ബോർഹോൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആങ്കർ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് നമുക്ക് റോട്ടറി ഡ്രില്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോളോ സ്റ്റെം ഓഗർ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഈ മെത്തേഡ്സൊക്കെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഇതിൽ നമ്മൾ ഗ്രൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അണ്ടർ ഗ്രാവിറ്റി ആയിരിക്കും ഈ ഗ്രൗട്ട് ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ആങ്കേഴ്സ് എന്ന് പറയുന്നത്. ട്രെമ്മി മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് രണ്ടും ഒന്നാണ്. ഗ്രാവിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓർ ട്രെമ്മി മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു ഗ്രൗട്ട് ദ ആങ്കർ ഇൻ എ സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ബോർഹോൾ. ഈ ബോർഹോൾ എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ബോർഹോൾ ആയിരിക്കും. ഡയമീറ്ററിലൊന്നും വേരിയേഷൻ ഇല്ലാണ്ട് ഒരു സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ബോർഹോൾ ആയിരിക്കും നമ്മൾ ആദ്യം ഡിഗ് ചെയ്യുന്നത്. ആ ബോർഹോളിലേക്ക് നമ്മൾ ബോർഹോളിലേക്ക് നമ്മൾ ആങ്കർ ഇൻസ്റ്റോൾ ചെയ്യുന്നു. അതിൽ ഗ്രൗട്ടിങ് എങ്ങനെയായിരിക്കും? ഗ്രൗട്ട് ട്രമ്മി മെത്തേഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ആയിരിക്കും ഗ്രൗട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ സെൽഫ് വെയ്റ്റ് കൊണ്ട് മാത്രം ഫ്ലോ ചെയ്യുകയാണ്, എക്സ്റ്റേണൽ പ്രഷറൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. The borehole may be cased or uncased depending on the stability of the borehole. ഈ ബോർഹോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എക്സ്കവേഷൻ എടുക്കുന്നു. ബോർഹോൾ എന്നൊന്നും ഓർക്കണ്ട. നമ്മളിപ്പോൾ ഒരു എക്സ്കവേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് വേറെ സപ്പോർട്ടുകളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഒരു കുഴി എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കിണർ വെട്ടുകയാണ്, അതിന് പ്രത്യേകിച്ച് സപ്പോർട്ടുകളൊന്നും ഇല്ലാണ്ട് വിസ്റ്റാൻഡ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ലെങ്ത് ഉണ്ടാവും, ഒരു ഡെപ്ത് ഉണ്ടാവും. ആ ഡെപ്ത് വരെ മാത്രമേ വേറെ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് അതിന് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെയും നമ്മൾ ഡെപ്ത് കൂട്ടി പോയി എന്ത് ചെയ്യും? അത് കൊളാപ്സ് ആകും. അതുകൊണ്ട് തന്നെ ഈ ബോർഹോൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അൺസപ്പോർട്ടഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് വരെ നമുക്ക് കേസിംഗ് ഒന്നും ഇല്ലാണ്ട്, അതായത് കേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോർഹോളിനുള്ളിൽ നമ്മളൊരു അതിനൊരു കേസിംഗ് കൊടുക്കുകയാണ്, ആ ബോർഹോളിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അങ്ങനെ കേസിങ്ങോട് കൂടി നമുക്ക് വേണമെങ്കിൽ ബോർഹോൾ എടുക്കാം, അല്ലെങ്കിൽ സെൽഫ് സപ്പോർട്ടിങ് സ്ട്രെങ്ത് ഉള്ള ഒരു സോയിലാണെങ്കിൽ അങ്ങനെ ഒരു കേസിങ്ങോ ഷാഫ്റ്റോ ഒന്നും നമ്മൾ ഷീത്തൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആ ബോർഹോൾ നമ്മൾ എടുക്കുന്ന ബോർഹോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് കേസ്ഡ് ആകാം, കേസിങ് ഉള്ളതാകാം, അല്ലെങ്കിൽ അൺകേസ്ഡ് ആകാം, വിത്തൗട്ട് കേസിങ് ആകാം. എന്താ പറഞ്ഞത്? ആദ്യത്തത് സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ്, പേരിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ബോർഹോൾ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ബോർഹോളാണ്. അതുപോലെ ഗ്രൗട്ട് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ആണ്, അതായത് ഗ്രാവിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ട്രമ്മി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൗട്ട് ഫില്ല് ചെയ്യുന്നത്.
അതുപോലെ ഈ ബോർഹോൾ നമ്മൾ എടുക്കുന്ന ബോർഹോൾ എന്ന് പറയുന്നത് ഒന്നുകിൽ കേസ്ഡ് ആകാം അല്ലെങ്കിൽ അൺകേസ്ഡ് ആകാം. ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റോക്ക് അല്ലെങ്കിൽ വെരി സ്റ്റിഫ് ടു ഹാർഡ് കൊഹസീവ് സോയിൽസ്. വെരി സ്റ്റിഫ് ടു ഹാർഡ് കൊഹസീവ് സോയിൽസിനാണ് ഈ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് ആങ്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. നോക്കിക്കേ, ഇവിടെ ഒരു ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു നമ്മൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലേ, ആ ടെൻഡൻ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡെപ്തിലേക്ക് ഇറക്കി വെച്ചു. ആദ്യം നമ്മൾ ഈ ഒരു ബോർഹോൾ എടുത്തു. കണ്ടുണ്ട്, ഈ സിലിണ്ടറിക്കൽ ബോർഹോൾ ആയിരിക്കും ഇവിടെ, ഒരേ ഡയമീറ്ററുള്ള ബോർഹോൾ. ആ ബോർഹോളിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ നമ്മുടെ ആങ്കർ ഇൻസേർട്ട് ചെയ്തു. ഗ്രൗട്ട് ഇവിടെ മാത്രമാണ്, പ്രൈമറി ഗ്രൗട്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെങ്താണ് ഫിക്സ്ഡ് ലെങ്ത്. ഈ ഗ്രൗട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫില്ല് ചെയ്യുന്നത് ഗ്രാവിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഓർത്തിരിക്കുക. സിലിണ്ടറിക്കൽ ഫില്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, കണ്ടോ? ഓക്കെ, അടുത്തത് സ്ട്രെയിറ്റ് ഷാഫ്റ്റ് പ്രഷർ ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ്. അടുത്തത് എന്താണ്? സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ബോർഹോൾ തന്നെയാണ്, പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് എ പ്രഷർ ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കർ. ഇവിടെ ഗ്രൗട്ടിംഗ് എന്ന് പറയുന്നത് പ്രഷർ ഗ്രൗട്ടിംഗ് ആണ് നടക്കുന്നത്. ഇറ്റ്സ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോഴ്സ് ഗ്രാനുലാർ സോയിൽസ്, വീക്ക് ഫിഷേർഡ് റോക്ക് ആൻഡ് ഫൈൻ ഗ്രെയിൻഡ് കൊഹിഷൻലെസ് സോയിൽസ്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഏത് ടൈപ്പ് ഓഫ് സോയിലിനാണെന്ന് പറഞ്ഞു? കൊഹസീവ് സോയിൽസിനായിരുന്നു അല്ലേ? റോക്ക്, അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ള കൊഹസീവ് സോയിൽസിന്. ഇതെങ്ങനെയാണ്? ഫൈൻ ഗ്രെയിൻഡ് കൊഹിഷൻലെസ് സോയിൽസിനും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. കോഴ്സ് ഗ്രാനുലാർ സോയിൽസിനാണ് ഏറ്റവും സ്യൂട്ടബിൾ. ഗ്രാനുലാർ എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കൊഹിഷൻലെസ് സോയിൽസ്. കോഴ്സ് ഗ്രാനുലാർ സോയിൽസ്, അതുപോലെ വീക്ക് ഫിഷേർഡ് റോക്ക്, വീക്ക് ആയിട്ടുള്ള, നമുക്ക് സ്ട്രോങ് സ്ട്രേറ്റസിലായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തത്. ഇതെങ്ങനെയാണ്? വീക്ക് ആയിട്ടുള്ള ഫിഷേർഡ് ക്രാക്സ് ഒക്കെ വന്നിട്ടുള്ള റോക്സിൽ, അതുപോലെ ഫൈൻ ഗ്രെയിൻഡ് കൊഹിഷൻലെസ് സോയിൽസ്. മറ്റേ കൊഹസീവ് സോയിൽസിൽ, ഇത് പ്രഷർ ഗ്രൗട്ടഡ് എവിടെയാണ്? കൊഹിഷൻലെസ് സോയിൽസിൽ. With this type of anchor, grout is injected into the bond zone under pressures greater than 0.35 megapascal. അതായത് മറ്റൊരുത്ത് എങ്ങനെയായിരുന്നു? ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ആയിരുന്നു അല്ലേ? അതായത് വേറെ എക്സ്റ്റേണൽ പ്രഷർ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ പക്ഷേ ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എക്സ്റ്റേണലി 0.35 മെഗാപാസ്കലിനേക്കാൾ കൂടിയൊരു പ്രഷർ എക്സേർട്ട് ചെയ്തായിരിക്കും നമ്മളിത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. The borehole is typically drilled using a hollow stem auger or using rotary techniques with drill casings. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഹോൾ എടുക്കുന്നതിന് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ അവിടെ കൊഹസീവ് സോയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലേ സോയിലാണ്. അപ്പോൾ അത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? അൺസപ്പോർട്ടഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഗ്രാനുലാർ സോയിൽസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേസിങ് യൂസ് ചെയ്തിട്ടായിരിക്കും ബോർഹോൾസ് ഡിഗ് ചെയ്യുന്നത്. As the auger or casing is withdrawn, the grout is injected into the hole under pressure until the entire anchor bond length is grouted. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ബോർഹോൾ, കേസ്ഡ് ബോർഹോളാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ആ കേസിങ് വിഡ്രോ ചെയ്യുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഗ്രൗട്ടും ഒരു ഹൈ പ്രഷറിൽ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൈ പ്രഷറിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് ആ എൻറ്റയർ ആങ്കർ ബോണ്ട് ലെങ്ത് ഗ്രൗട്ടഡ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ദിസ് ഗ്രൗട്ടിംഗ് പ്രൊസീജിയർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ടു പുൾ ഔട്ട് റിലേറ്റീവ് ടു ട്രമ്മി ഗ്രൗട്ടിംഗ് മെത്തേഡ്സ് ബൈ. ഇതിന് മറ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് മെത്തേഡ്സിനേക്കാളും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിൽ പുൾ ഔട്ടിനുള്ള റെസിസ്റ്റൻസ്, അതായത് സേഫ് ആയിട്ടിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലാണ്. പ്രഷർ ഗ്രൗട്ടഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടി സ്റ്റേബിൾ ആയിരിക്കും. പുൾ ഔട്ടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ട്രമ്മി മെത്തേഡ് യൂസ് ചെയ്തതിനേക്കാളും കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ബൈ ഇൻക്രീസിങ് ദ നോർമൽ സ്ട്രെസ് ഓൺ ദി ഗ്രൗട്ട് ബൾബ് റിസൾട്ടിങ് ഫ്രം കോമ്പാക്ഷൻ ഓഫ് ദി സറൗണ്ടിങ് മെറ്റീരിയൽ ലോക്കലി അറൗണ്ട് ദ ഗ്രൗട്ട് ബൾബ്.
അതായത് ഇതൊരു ഹൈ പ്രഷറിലാണ് നമ്മൾ എക്സേർട്ട് ചെയ്യുന്നത്. ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ സറൗണ്ടിങ് ഗ്രൗണ്ട് കുറേ കൂടി സ്റ്റേബിൾ ആകുന്നു. അവിടെ കോമ്പാക്ഷൻ അവിടെ ചുറ്റുമുള്ള സോയിൽ കോമ്പാക്റ്റഡ് ആയിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. അതുകൊണ്ട് നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ, ആ സോയിലിലേക്ക് ചുറ്റുമുള്ള ഗ്രൗണ്ടിലേക്ക് ആക്ട് ചെയ്യുന്ന കൺഫൈനിങ് പ്രഷർ കൂടുന്നു. അടുത്ത എങ്ങനെയാണ്, ബൈ ഇൻക്രീസിങ് ദ എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ദി ഗ്രൗട്ട് ബൾബ്. ഫസ്റ്റ് കേസിൽ ഗ്രൗട്ട് ബൾബ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ, അതേ ഷേപ്പിലായിരുന്നു അല്ലേ പ്രൈമറി ഗ്രൗട്ടിൻ്റെ ഫസ്റ്റ് കേസിൽ ഇതായിരുന്നു, സെയിം ഡയമീറ്ററുള്ള ഒരു ഗ്രൗട്ട് ബൾബാണ് ഫോം ചെയ്തത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഇവിടെ പ്രൈമറി ഗ്രൗട്ട് കണ്ടോ, പ്രൈമറി ഗ്രൗട്ടിൻ്റെ ആ ഒരു പ്രഷർ ബൾബ് കുറേ കൂടി ലാർജ് ഡയമീറ്റർ ആണ് അല്ലേ, കുറേ കൂടി വോളിയം ഓഫ് സോയിൽ എന്താകുന്നു, അവിടെ വോളിയമുള്ള ഒരു ഗ്രൗട്ട് ബൾബാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നോർമൽ കൺഫൈനിങ് സ്ട്രെസ്സ് കുറേ കൂടി ഏരിയയിലേക്ക് സ്പ്രെഡ് ആക്കുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ 2 ടൈപ്സ് ആണ് പഠിച്ചത്, സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ആങ്കേഴ്സും സ്ട്രെയിറ്റ് ഷാഫ്റ്റ് പ്രഷർ ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സും. ക്ലിയർ ആയല്ലോ. ഈ ഫിഗേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഫിഗേഴ്സ് വെച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾ 2-3 പാരഗ്രാഫ് എഴുതുന്നതിനേക്കാളും നല്ലതായിരിക്കും ഈ ഒരു ഫിഗർ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ്. പേരിൽ തന്നെയുണ്ട്. ഇതെല്ലാം നമുക്ക് അതിൻ്റെ ആ ഒരു ടൈപ്പിൻ്റെ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പോസ്റ്റ് ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ്. Post grouted ground anchors use delayed multiple ground injections to enlarge the grout body of a straight shafted gravity grouted ground anchors. അതായത് പോസ്റ്റ് ഗ്രൗട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്രൗട്ടിങ്ങിന് ശേഷവും എന്തോ സംഭവിക്കുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ട്രമ്മി പൈപ്പ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ട്രമ്മി മെത്തേഡ്, ഗ്രാവിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ആങ്കർ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൗട്ടിങ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ആ ഒരു സ്റ്റേജ് അതിലുണ്ട്, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജായിട്ട് ഒരു ഡിലേഡ് മൾട്ടിപ്പിൾ ഗ്രൗട്ട് ഇഞ്ചക്ഷൻ നടക്കുന്നു. ഡിലേഡ് മൾട്ടിപ്പിൾ ഗ്രൗട്ട് ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യം മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ട്. ആദ്യം ഒരു പ്രൈമറി ഗ്രൗട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം കുറച്ച് ഡിലേ വരുത്തിയ ശേഷം കുറച്ച് ടൈം എടുത്ത് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഗ്രൗട്ട് കൂടി ഇഞ്ചെക്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഈ മെത്തേഡിൽ എന്താണ് യൂസ് ഡിലേഡ്, ലേറ്റായിട്ട് ഒരു മൾട്ടിപ്പിൾ ഗ്രൗട്ട് ഇഞ്ചക്ഷൻ. ഒരു തവണയല്ല നമ്മൾ ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ തവണ ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി, ടു എൻലാർജ് ദ ഗ്രൗട്ട് ബോഡി ഓഫ് സ്ട്രെയിറ്റ് ഷാഫ്റ്റഡ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ്. ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഗ്രൗട്ട് ചെയ്ത ആ ഒരു ഏരിയ കുറവായിരുന്നു. അപ്പോൾ അതിനെ, ആ ഒരു ഗ്രൗട്ട് ബോഡീനെ നമ്മൾ എൻലാർജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, ഈ വീണ്ടും ഒന്നുകൂടി അതിനെ ഗ്രൗട്ട് ചെയ്യുന്നു. അതിനെയാണ് പോസ്റ്റ് ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ് എന്ന് പറയുന്നത്. ഈച്ച് ഇഞ്ചക്ഷൻ ഈസ് സെപ്പറേറ്റഡ് ബൈ 1 or 2 days. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞ് അതൊന്ന് സെറ്റായ ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്രൗട്ട് അതിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ഗ്രൗട്ടിംഗ് ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ എ സീൽഡ് ഗ്രൗട്ട് ട്യൂബ് ഇൻസ്റ്റോൾഡ് വിത്ത് ദി ടെൻഡൻ. ആ ടെൻഡനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ഇൻസ്റ്റോൾ ചെയ്യുന്നു, ഒരു സീൽഡ് ഗ്രൗട്ട് ട്യൂബ്, ഒരു ഗ്രൗട്ട് ട്യൂബ് കൂടി നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുന്നു. അതിനുശേഷം ഈ പ്രൈമറി ഗ്രൗട്ട് സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2-3 ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത സിമെൻറ്റ് ഗ്രൗട്ട് ആയിരിക്കും മിക്കവാറും, സിമെൻറ്റ് ഗ്രൗട്ട് കൂടി നമ്മൾ അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ദ ട്യൂബ് ഈസ് എക്വിപ്ഡ് വിത്ത് ചെക്ക് വാൾസ് ഇൻ ദ ബോൺ സോൺ. ആ ബോൺ സോണിൽ നമുക്ക്, അതായത് ബോൺ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗട്ടഡ് ഏരിയയിൽ നമ്മൾ ആദ്യം തന്നെ പ്രൈമറി ഗ്രൗട്ടിങ് കഴിഞ്ഞ ശേഷം അന്നേരം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഗ്രൗട്ട് ട്യൂബ് ഇൻസ്റ്റോൾ ചെയ്യുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ള ചെക്ക് വാൽസ് ഉണ്ടായിരിക്കും. അതായത് ഗ്രൗട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ, രണ്ടാമത് നമ്മൾ ഗ്രൗട്ട് ചെയ്യുന്നത് എപ്പോൾ വേണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവിടെ ചെക്ക് വാൽസ് ഉണ്ടായിരിക്കും. ആ ചെക്ക് വാൽസിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഗ്രൗട്ടിനെ ഇഞ്ചെക്റ്റ് ചെയ്യാം. ദ ചെക്ക് വാൽസ് അലൗ അഡീഷണൽ ഗ്രൗട്ട് ടു ബി ഇഞ്ചെക്റ്റഡ് അണ്ടർ ഹൈ പ്രഷർ ഇൻ ടു ദി ഇനിഷ്യൽ ഗ്രൗട്ട് വിച്ച് ഹാസ് സെറ്റ്. ആദ്യം നമ്മൾ ഗ്രാവിറ്റി ഗ്രൗട്ടഡ് ആയിരുന്നു, പ്രഷർ ഒന്നും അപ്ലൈ ചെയ്തല്ല അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തത്. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ ചെക്ക് വാൽസിലൂടെ നമ്മൾ അഡീഷണൽ ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതെങ്ങനെയായിരിക്കും, പ്രഷർ ഗ്രൗട്ടിംഗ് ആയിരിക്കും അവിടെ നടക്കുന്നത്.
The high pressure grout fractures the initial grout and wedges it outward into the soil, enlarging the grout body. അപ്പോൾ ഓൾറെഡി ഉള്ള പ്രൈമറി ഗ്രൗട്ടിലേക്കാണ് നമ്മൾ ഹൈ പ്രഷറിൽ അടുത്ത ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രൈമറി ഗ്രൗട്ടിലൂടെ ഫ്രാക്ചർ ചെയ്ത് അതിലൂടെ ഫ്രാക്ചേഴ്സ് ഫോം ചെയ്തിട്ട് ഈ സെക്കൻഡറി നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത സിമെൻറ്റ് ഗ്രൗട്ട് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ഗ്രൗട്ട് ഫ്രാക്ചർ ആദ്യത്തെ ആ സെറ്റായ ആ ഒരു ഗ്രൗട്ട് പ്രൈമറി ഗ്രൗട്ടിനെ ഫ്രാക്ചർ ചെയ്തിട്ട് വെഡ്ജ് ചെയ്ത് അത് ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. പിന്നെ അതങ്ങനെ സ്പ്രെഡ് ആകുന്നു. അങ്ങനെ സ്പ്രെഡ് ആകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആദ്യത്തെ ഗ്രൗട്ട് ബോഡിയുടെ ആ ഒരു ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രോസസ്സ് മനസ്സിലായല്ലോ. പോസ്റ്റ് ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഡിലേയ്ഡ് മൾട്ടിപ്പിൾ ഗ്രൗട്ട് ഇഞ്ചക്ഷനാണ് നടക്കുന്നത്. ആദ്യം നമ്മളൊരു പ്രൈമറി ഗ്രൗട്ട് ഏത് യൂസ് ചെയ്തിട്ട് ഗ്രാവിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രൈമറി ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ട്യൂബ് കൂടി ഒരു ഗ്രൗട്ടിംഗ് ട്യൂബ് കൂടി ഇൻസ്റ്റോൾ ചെയ്യുന്നു. അതിന് ചെക്ക് വാൽസ് ഉണ്ട്. ആ ഗ്രൗട്ട് ചെയ്ത ഏരിയയുടെ അവിടെ ചെക്ക് വാൽസ് ഉണ്ടായിരിക്കും. 2-3 ദിവസത്തിന് ശേഷം ആ പ്രൈമറി ഗ്രൗട്ട് സെറ്റായ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിൽ ഒരു സെക്കൻഡറി ഗ്രൗട്ട് കൂടി നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഈ ഗ്രൗട്ട് ചെക്ക് വാൽസിലൂടെ പ്രൈമറി ഗ്രൗട്ടിൽ ഫിഷേഴ്സ് ഫോം ചെയ്ത ശേഷം അതിലേക്ക് സ്പ്രെഡായി അതിനെ എന്ത് ചെയ്യുന്നു? കുറേ കൂടി ഏരിയയിലേക്ക് അതിനെ സ്പ്രെഡ് ആക്കുന്നു ഗ്രൗട്ടിനെ. അപ്പോൾ 2 ഗ്രൗട്ട് ഉണ്ട് അവിടെ. അപ്പോൾ ആ നിയറസ്റ്റ് ഏരിയ ഗ്രൗട്ട് പൈപ്പിൻ്റെ നിയറസ്റ്റ് ഏരിയ പ്രൈമറി ഗ്രൗട്ടും ഫില്ല് ചെയ്യിച്ചു. അതിൻ്റെ ബാക്കിയുള്ള ഏരിയയിലേക്ക് ഈ പ്രൈമറി ഗ്രൗട്ടിനെ കൂടി കുറേ കൺഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടാമത് ഇഞ്ചെക്റ്റ് ചെയ്ത ഗ്രൗട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കേഴ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഗ്രൗട്ടഡ് ഗ്രൗണ്ട് ആങ്കറിൻ്റെ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇതാണ് പോസ്റ്റ് ഗ്രൗട്ടിങ്ങിന് മുമ്പുള്ള ഒരു സ്റ്റേജ്. അതായത് ഇതിൽ കണ്ടോ കുറേ 4 സ്ട്രാൻഡ്സ് ഉണ്ട്. അതാണ് ആദ്യത്തെ നമ്മുടെ പ്രൈമറി ആദ്യത്തെ റോഡ്സ് ഇൻസ്റ്റോൾ ചെയ്ത് ആങ്കർ ഇൻസ്റ്റോൾ ചെയ്തത് 4 ഉണ്ട്. അതിനെ ചുറ്റിയിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാൻഡ്സ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അതിനെ കൊറോഷനിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊറിഗേറ്റഡ് ഷീറ്റിംഗ് ഔട്ടർ ലെയർ ഓഫ് കൊറോഷൻ പ്രൊട്ടക്ഷൻ കൊറോഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലെയർ കൊടുത്തിട്ടുണ്ട്, ഒരു ഷീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രൈമറി അതിന് ചുറ്റുമാണ് നമ്മൾ എന്ത് കൊടുത്തത്? പ്രൈമറി ഗ്രൗട്ട് കൊടുത്തത്. അതായത് ഈ ട്യൂബിലൂടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആങ്കറാണ്. ആങ്കർ ഇൻസ്റ്റോൾ ചെയ്തേക്കാണ് ഈ 4 എന്നിട്ട് അതിൻ്റെ ഇതിപ്പോൾ പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിപ്പിലാണ് ഗ്രൗട്ടിങ് നടന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗട്ട് അപ്ലൈ ചെയ്ത് അതിൻ്റെ ബോട്ടത്തിൽ പോയിട്ട് ഗ്രൗട്ട് അപ്ലൈ ചെയ്തപ്പം അത് സ്പ്രെഡ് ആയതാണ്. അപ്പോൾ അതാണ് പ്രൈമറി ഗ്രൗട്ട്. പിന്നെ നമ്മൾ 4th വൺ കാണിച്ചിരിക്കുന്നത് പോസ്റ്റ് ഗ്രൗട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്. ഇത് പോസ്റ്റ് ഗ്രൗട്ട് ലൈൻ, അതായത് നമ്മൾ രണ്ടാമത് ഗ്രൗട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ലൈൻ ബേസ് ചെയ്തിട്ടായിരിക്കും, സെൻറ്ററാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ സെക്കൻഡറി ഗ്രൗട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ പോസ്റ്റ് ഗ്രൗട്ടിംഗ് ആണ്. പോസ്റ്റ് ഗ്രൗണ്ടിങ്ങിന് ശേഷം ഉള്ളതാണ്. ഇതിൽ ഫസ്റ്റ് പാർട്ട് സ്ട്രാൻഡ്സ്, നേരത്തെ അത് തന്നെയാണ്. സ്ട്രാൻഡ്സ് ഉണ്ട്, കൊറിഗേറ്റഡ് ഷീറ്റിംഗ്, പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഗ്രൗട്ട് ആ വൈറ്റ് പോർഷൻ ആയിരുന്നു നേരത്തെ നമ്മുടെ പ്രൈമറി ഗ്രൗട്ട്. ഇതിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ പോസ്റ്റ് ഗ്രൗട്ട് ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്തു? സിമെൻറ്റ് ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്തു. സിമെൻറ്റ് ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹൈ പ്രഷറിലായതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ പ്രൈമറി ഗ്രൗട്ടിനെ അത് ബ്രേക്ക് ആയാണ് കുറേ പീസസ് ആയി മാറിയത്. പീസസ് ആക്കി അതിനിടയിലേക്കെല്ലാം ഈ സിമെൻറ്റ് ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്തു. അങ്ങനെ സിമെൻറ്റ് ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് എന്ത് വെച്ചോ ഓൾറെഡി ഉള്ള ഗ്രൗട്ട് കുറേ കൂടി കൺഫൈൻഡ് ആയി. അതുപോലെ ആ ഗ്രൗട്ട് ചെയ്ത ആ ഒരു ഏരിയ കുറേ കൂടി സ്പ്രെഡായി. അതായത് ഗ്രൗട്ട് ബോഡി കുറേ കൂടി ഡയമീറ്ററിലേക്ക് സ്പ്രെഡായി. ഇനി അടുത്താണ് അണ്ടർ റീംഡ് ആങ്കേഴ്സ്. 4th one is under reamed anchors. It consists of drummy grouted boreholes that include a series of enlargement bells or under reams. അതായത് ഡ്രമ്മി ഗ്രൗട്ടഡ് ബോർഹോൾസ് ആണ് ഇതിലുമുള്ളത്. അണ്ടർ റീംഡ് ആങ്കേഴ്സ് എന്ന് പറയുമ്പം ഡ്രമ്മി ഗ്രൗട്ടഡ് ബോർഹോൾസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണ്? അതിൽ എൻലാർജ്മെൻറ്റ് ബെൽസ് ഓർ അണ്ടർ റീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ കുറച്ച് ഏരിയ കൂടിയ ഡയമീറ്റർ കൂടിയ പോർഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, പ്രൈമറി ഗ്രൗട്ട് നേരത്തെയൊക്കെ യൂണിഫോം ഡയമീറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ പ്രൈമറി ഗ്രൗട്ട് അണ്ടർ റീംസ് ആയിട്ടാണ്. അതായത് സ്പെസിഫിക് ഈ ഒരു ഏരിയയിൽ ഡയമീറ്റർ നേരത്തെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ ഡയമീറ്റർ കൂടി.
അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വേരിയിങ് ഡയമീറ്റർ ഉള്ളതാണ് അണ്ടർ റീം. പൈൽസിൻ്റെ കേസിലും അങ്ങനെയുണ്ട്, അണ്ടർ റീംഡ് പൈൽസ് ഉണ്ട്. അതിൻ്റെ ഏരിയ ഡയമീറ്റർ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അണ്ടർ റീംഡ് ആങ്കേഴ്സ് എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്. അണ്ടർ റീംഡ് ആങ്കേഴ്സിലും എന്താണ്, ട്രമ്മി ഗ്രൗട്ടഡ് ബോർഹോൾസ് ദാറ്റ് ഇൻക്ലൂഡ് എ സീരീസ് ഓഫ് എൻലാർജ്മെൻറ്റ് ബെൽസ് അല്ലെങ്കിൽ അണ്ടർ റീംസ് ഉണ്ടായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് ആങ്കർ മേ ബി യൂസ്ഡ് ഇൻ ഫേം ടു ഹാർഡ് കൊഹസീവ് ഡെപ്പോസിറ്റ്സ്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു, അതേ ടൈപ്പ് സോയിലിൽ തന്നെയാണ് ഈ അണ്ടർ റീംഡ് ആങ്കേഴ്സും യൂസ് ചെയ്യുന്നത്. എങ്ങനത്തെ ടൈപ്പ് സോയിലാണ്? ഫേം ടു ഹാർഡ് കൊഹസീവ് ഡെപ്പോസിറ്റ്സിൽ. In addition to resistance through side shear, as is the principal load transfer mechanism for other anchors, resistance may also be mobilized through end bearing. നമ്മൾ മെയിനായിട്ടും പൈൽസിൻ്റെ പോലെ തന്നെ ഇതിലെങ്ങനെയായിരുന്നു, സൈഡ് ഷിയർ വെച്ചിട്ട് അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത് സർഫസിലൂടെയായിരുന്നു. ഷിയർ സ്ട്രെങ്ത് റെസിസ്റ്റൻസ്, സൈഡ് ഷിയറിന് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയായിരുന്നു ഇത് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എൻബെയറിങ്ങിലൂടെയും അണ്ടർ റീംഡ് ആങ്കേഴ്സിൻ്റെ പ്രത്യേകതയാണ്, എൻബെയറിങ്ങിലൂടെയും ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൂടുതൽ, ആ ഒരു മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. രണ്ട് ടൈപ്പ് ലോഡ് ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്. The most successful anchor unit comprises the drilling a cylindrical shaft and the mechanical enlargement of this shaft at predetermined positions. അത് ഈ ആങ്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മളൊരു സിലിണ്ട്രിക്കൽ ഷാഫ്റ്റ് ഡ്രിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട പോർഷനിൽ മാത്രം, അതായത് ഒരു പ്രീ ഡിറ്റർമിൻഡ് പൊസിഷൻസ് ഉണ്ട്, ഇന്ന പോർഷനിൽ എൻലാർജ്മെൻറ്റ് വേണം എന്ന് ഉദ്ദേശിക്കുന്ന പൊസിഷൻസിൽ നമ്മൾ മെക്കാനിക്കൽ എൻലാർജ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് അണ്ടർ റീംഡ് ആങ്കേഴ്സ്. ഇത്രയുള്ള അണ്ടർ റീംഡ് ആങ്കേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ അണ്ടർ റീംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സീരീസ് ഓഫ് എൻലാർജ്മെൻറ്റ് ബെൽസ് ഉണ്ടായിരിക്കും. ഈ ആങ്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് കൊഹസീവ് സോയിൽസിൽ തന്നെയാണ്. ഇവിടെ എൻ ബെയറിങ്ങും അതുപോലെ സർഫസ് ബെയറിങ്ങും രണ്ടും കാരണമാണ് ലോഡ് ട്രാൻസ്ഫർ ആകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം ഒരു സിലിണ്ട്രിക്കൽ ഷാഫ്റ്റ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട സ്പെസിഫിക് ലൊക്കേഷൻസിൽ പ്രീ ഡിറ്റർമിൻഡ് പൊസിഷൻസിൽ എൻലാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫിഗർ, ഇത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഫിഗർ വേറെ ഒറ്റ ഇതിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ട്രെയിറ്റ് ഷാഫ്റ്റ് ഗ്രാവിറ്റി ഗ്രൗട്ടഡ്, സ്ട്രെയിറ്റ് ഷാഫ്റ്റ് പ്രഷർ ഗ്രൗട്ടഡ്, പോസ്റ്റ് ഗ്രൗട്ടഡ് ആൻഡ് അണ്ടർ റീംഡ്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.